ശിഖണ്ഡി അണ്ടി എന്നൊന്നും പറഞ്ഞിരുന്ന് പ്ലേയേഴ്സിനെ അബ്യൂസ് ചെയ്ത് കളിക്കാൻ പറ്റത്തില്ല. ടൂർണമെന്റ് കളിക്കുവാണെങ്കിൽ മര്യാദയ്ക്ക്. ലാസ്റ്റ് വാണിംഗ് ആണ്, പ്രാക്ടീസ് മാച്ചാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ മറ്റേ വലിയ ഇതൊന്നും അല്ല. കളിക്കുവാണെങ്കിൽ മര്യാദയ്ക്ക് കളിക്കണം. ഇന്നലെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇഷ്യൂ നിങ്ങളുടെ കോഹ്ലിയുടെ അടക്കം വന്ന് എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത പിന്നെ ഈ ടോക്സിസിറ്റി എങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകണം ബ്രോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇവിടെ? അല്ല ഇതില് എവിടെ പറഞ്ഞതാ പറയുന്നത്? ഓരോ പ്ലേയേഴ്സിനെ അടിക്കാൻ പോകുമ്പോ ശിഖണ്ഡി അണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അടിക്കുന്നത് അങ്ങനെ നമുക്ക് എൻകറേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ടീം മോട്ടിവേറ്റ് ചെയ്യണ ശിഖണ്ഡി എന്ന് വിളിച്ചിട്ട് നീ മോട്ടിവേറ്റ് ചെയ്യണ്ട, അത്രയ്ക്ക് മോട്ടിവേഷൻ ചെയ്യണം. ശിഖണ്ഡി എന്ന് വിളിച്ചു എന്താ നേരിട്ടോ ഒന്ന് പറയുന്ന അല്ലല്ല, അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല ബ്രോ. ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ? അതാ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ കളിക്കാതിരിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ പറയണം ബ്രോ. ഇത് പറഞ്ഞു അവൻ അറിയാതെ ചെയ്തതാണ്. അതിപ്പം കുറുപ്പെ നമ്മൾ പോയി ഞാൻ ഇന്നലെ പബ്ലിക്കലി ലൈവിലും സോറി പറഞ്ഞതാ. ഇതിൽ കൂടുതൽ കുനിഞ്ഞ് കാല് പിടിക്കണോ എല്ലാത്തിന്റെയും? അല്ല എന്തോ ചെയ്യണ്ടേ നമ്മളൊക്കെ? നമ്മൾ ഓൾറെഡി അവന്റെ വായിൽ നിന്ന് ഒരു വർത്താനം വന്നു, ഓക്കെ ഞാൻ അത് തെറ്റാന്ന് ഞാൻ പബ്ലിക്കലി പറഞ്ഞു, ഞാൻ അതിന് അപ്പോളജിയും പറഞ്ഞു. പിന്നെ എങ്ങോട്ടാ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നേ? നിന്റെ ചാറ്റിൽ കുറെ തന്തയില്ലാത്ത തായവളികളുണ്ട്, മനസ്സിലായ? അവന്മാര് കാരണമാണ് നിനക്കൊക്കെ ഇത് കിട്ടുന്നത്. അവന്മാര് കാരണം. ഇനി ഈ തന്തയിലായി ഈ ചാറ്റിൽ വന്നിരുന്ന് മാസ് അടിക്കുന്ന പരിപാടി കാണിച്ചാൽ ഈ ടൂർണമെന്റ് കളിക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. നീ ഒന്നും കളിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് എങ്ങോട്ടാ കൊണ്ടുപോകണം ബ്രോ? കുറെ നേരായല്ലോ. ഇതിപ്പോ എന്ത് ചെയ്തിട്ടാ? കാര്യം മാത്രമല്ല, നീയൊക്കെ നിന്റെ ചാറ്റിൽ വന്ന് കളിക്കുന്ന പ്ലേയേഴ്സ് എന്ന ഗുണത്തിനോടാ പറഞ്ഞത്. അത് നിന്റെ കൂടുതലുള്ളതല്ലേ ബ്രോ? മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് എല്ലാവരും, മനസ്സിലായ? മര്യാദക്കാണെങ്കിൽ ഇതിപ്പോ എന്ത് ചെയ്തിട്ടാ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടാ ഇത് ഈ ടോക്സിസിറ്റി ഇങ്ങനെ ആക്കിക്കൊണ്ട് പോണേ? ഈ ടൂർണമെന്റിൽ എന്തായാലും അത് പറ്റത്തില്ല. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ടൂർണമെന്റിൽ നിന്ന് ഇറങ്ങിക്കോണം. അത്ര ഞങ്ങൾക്ക് പറയുള്ളൂ. ഇത് ലാസ്റ്റ് വാണിംഗ്. ഞങ്ങൾക്ക് ഈ ടൂർണമെന്റിൽ ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി. ഇതിപ്പോ അവ അങ്ങനെ കോമാളിന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്റെ ഒരു വിശ്വാസം. കോമാളിന്ന് മാത്രമല്ല, ശിഖണ്ഡി, കോമാളി അങ്ങനെ കുറെ ഉണ്ട്. ബ്രോ അതന്നെ വിളിച്ചിട്ടുള്ളൂ, അത് രണ്ടേ വിളിച്ചിട്ടുള്ളൂ. അതും മീൻസ് അവരെ എടുത്തുനിന്നല്ലേ വിളിച്ചത്. ഞാൻ എന്റെ റേഡിയോയില് ബൂസ്റ്റ് കോളാ കൊടുക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ ഇന്ന് സ്പെക്കിൽ വരുമ്പോ നിന്നെ ശിഖണ്ഡി എന്ന് വിളിച്ച് സ്പെക്കിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു ബ്രോ. ഇത് സ്പെക്കല്ലല്ലോ ബ്രോ. അല്ല നിക്ക് നിങ്ങളെ മൊത്തം പേര് നിങ്ങൾ ഇനി RS7 എന്ന് പറയുന്ന ഗ്യാങ്ങിനെ എവിടെ കണ്ടാലും ടിവിയിലുള്ള പ്ലേസ് ശിഖണ്ഡി എന്ന് മാത്രം വിളിച്ച് സംസാരിച്ച് ഓക്കെയാണോ? എന്ത്? ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോ ഇന്നലെ നിങ്ങളുടെ ഒരു പ്ലെയർ അല്ലാത്ത ബ്രോ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് ബ്രോ. നിന്റെ അടുത്തല്ലോ നിന്റെ കോഹ്ലിയുടെ വിളിച്ച് സംസാരിച്ച് നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കോഹ്ലിയോട് വിളിച്ച് സംസാരിച്ച് സോൾവ് ചെയ്തു. അവര് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെന്താ ഇനി ആരെടുത്താ എന്ത് ചെയ്യണ്ടേ? നിങ്ങളുടെ കോഹ്ലി ഞങ്ങൾ ഷെയ്ഖിനെ ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ മാക്കിനെ വിളിച്ച് മൊത്തം സംസാരിച്ചതാ കുറുപ്പേ. അല്ല ബ്രോ ഞാൻ ഡൗട്ട് ചോട്ടെ ബ്രോ. ടിവി എന്നല്ല, മൊത്തത്തിലാ ഞാൻ പറഞ്ഞേ. ഇല്ല മൊത്തത്തിലാ ഞാൻ പറഞ്ഞത്. എല്ലാ ടീമിനും അടിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ബ്രോ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കൂട്ടത്തില് ഈ ടൂർണമെന്റില് പ്രാക്ടീസ് POVയിൽ വന്നിരുന്ന് നമ്മുടെ ടൂർണമെന്റ് POVയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ടീമിനെ അബ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. അതായത് നിങ്ങളിപ്പോ ലൈവ് കൂടി ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, ഇത് പ്രാക്ടീസ് ടൂർണമെന്റ് ആണ്, മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇതിൽ സെൻസിലെടുത്ത് കളിക്കി, അതാ പറയുന്നുള്ളൂ. പ്രാക്ടീസ് ടൂർണമെന്റ് മാത്രമല്ല നിങ്ങൾക്ക് ലൈവ് ഇടാനുള്ള ഓപ്ഷൻ തന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റേതായ ഒരു മാന്യതയിൽ കളിക്കി. മനസ്സിലായി. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം വരത്തില്ല. അത് എന്റെ സൈഡിൽ നിന്നുള്ള വാക്കാണ്. അത് ഞാൻ നോക്കിക്കോളാം.